ഇരവഴിഞ്ഞി പുഴയിലേക്ക് കടപുഴകി വീണ് കിടക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൊടിയത്തൂർ മുതൽ ഇരവഴിഞ്ഞിപ്പുഴ ചാലിയാറിലേക്ക് കൂടിച്ചേരുന്ന ചെറുവാടി വരെയുള്ള ഭാഗങ്ങളിൽ പുഴയിൽ വീണ് കിടക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് പുഴയോര നിവാസികളുടെയും തോണി യാത്രക്കാരുടെയും ആവശ്യം. ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് കടപുഴകി വീണ് കിടക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കൊടിയത്തൂർ മുതൽ ഇരുവഴിഞ്ഞിപ്പുഴ ചാലിയാറിലേക്ക് കൂടിച്ചേരുന്ന ചെറുവാടി വരെയുള്ള ഭാഗങ്ങളിലാണ് പലയിടങ്ങളിലായി ഒട്ടനവധി മരങ്ങൾ പുഴയിലേക്ക് വീണ് കിടക്കുന്നത്. ഇടവഴിക്കടവ് പാലത്തിൻ്റെയും കൂളിമാട് പാലത്തിൻ്റെയും ഇടയിലായി ചാഞ്ഞു കിടക്കുന്ന മരങ്ങളും പൂർണ്ണമായി കടപുഴകി വീണ മരങ്ങളും ധാരാളമാണ്. മാത്രവുമല്ല, മുൻ വർഷങ്ങളിലെ ഉരുൾപൊട്ടൽ മൂലമുണ്ടായ പ്രളയജലത്തിൽ ഒഴുകി വന്ന മരങ്ങളും പുഴയിൽ പലയിടങ്ങളിലായി കാണുന്നുണ്ട്. മീൻപിടുത്തക്കാരുൾപ്പെടെയുള്ള തോണിയിൽ യാത്ര ചെയ്യുന്നവർ അബദ്ധത്തിൽ ഈ മരക്കൂട്ടങ്ങളിൽ ചെന്ന് കുടുങ്ങുന്നതും സാധാരണമാണ്. മാത്രവുമല്ല, ചെറുവാടിയിലും പരിസരങ്ങളിലുമായി തുടക്കം കുറിച്ച കയാക്കിംഗ് കേന്ദ്രത്തിൽ നിന്നുള്ള കയാക്കർമാർക്കും ഇത് വെല്ലുവിളിയാണ്. വേനൽക്കാലങ്ങളിൽ ജലനിരപ്പ് താഴുമ്പോൾ ഇവ തെളിഞ്ഞു കാണാമെങ്കിലും മഴ പെയ്ത് വെള്ളമുയർന്നാൽ ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ്. ഇതുമൂലം വെള്ളപ്പൊക്കമുള്ള ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന ബോട്ടുകൾക്കും ഈ ഭാഗങ്ങളിലൂടെ ഏറെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകേണ്ട സ്ഥിതിയാണുള്ളത്. പുഴയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരങ്ങളിൽ ഒഴുക്ക് പിടിച്ച് തീരം പതിയെ പതിയെ ഇടിഞ്ഞു തീരാനും സാധ്യതയേറെയാണ്. വേനൽ കനക്കുന്ന മാസങ്ങളിൽ കിണറിനേക്കാളധികം പുഴയെ ആശ്രയിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളാണ് ഈ തീരത്തുള്ളത്. മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് ദൈനംദിന ആവശ്യങ്ങൾക്കായി പുഴയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ മരം വീണ് ശുദ്ധത നഷ്ടപ്പെട്ട വെള്ളം കൊണ്ട് തൃപ്തിപ്പെടേണ്ട സ്ഥിതിയാണ് ഇവർക്ക്. പുഴയുടെ സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ഇത്തരം മരങ്ങൾ മഴക്കാലം എത്തും മുമ്പേ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കിടയിൽ ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.